എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അനാമികയും വേണുവിനെയും രേവതിയൊക്കെ വീട്ടിലേക്ക് മുത്തശ്ശൻ വിളിച്ചു വരുത്തുന്നുണ്ട്. അസുഖക്കാരനെ പോലെ ഇരുന്ന നമ്മുടെ മുത്തശ്ശൻ എട്ടിന്റെ പണി തന്നെ അവർക്കിട്ട് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശനിൽ നിന്ന് ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഇത് പ്രതീക്ഷിച്ച ഉടനെ തന്നെ എല്ലാവരും അമ്പരന്ന് നിൽക്കുവാണ്. അനാമിക ഇനി തൻ്റെ അനിയുടെ ഭാര്യയോ അല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുവാണ്. അവരെ ശാസിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അനാമികയും വേണുവും രേവതിയൊക്കെ അങ്ങ് വീട്ടിലേക്ക് തിരിച്ചും മടങ്ങി പോകുന്നുണ്ട്. അവര് 3 പേരും ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെട്ട് ഇരിക്കുവാണ്. വേണുവിനാണെങ്കിൽ ഇത്രയൊക്കെ കിട്ടിയിട്ടും പ്രതികാരമാണ്. തൻ്റെ മകളെ നാണം കെടുത്തിയതിന് എല്ലാവർക്കും പ്രതികാരം ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിൽ. നന്ദുവിനാണെങ്കിൽ യൂണിഫോമിന്റെ അഹങ്കാരമാണ്. അവൾക്കിട്ടും ഒരു പണി കൊടുക്കണം എന്ന് തന്നെ വേണു പറയുന്നുണ്ട്. ആ യൂണിഫോം ഇനി ഒരിക്കലും അവൾ അണിയാൻ പാടില്ലെന്നും വേണു മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അനന്തമൂർത്തിക്കും അവർക്ക് കൂട്ടുനിന്ന് എല്ലാവർക്കും ഒരു പണി കൊടുക്കുക തന്നെ ചെയ്യും. അവരെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുവാണ്. ഇതിനെല്ലാം ഉള്ള ഒരു വഴിയെക്കുറിച്ച് അവർ 3 പേരും ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ സമയത്ത് അബി വിളിക്കുവാണ്. അനാമികയെ കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനാമിക ചോദിക്കുവാണ്, എന്താ അബിയേട്ട എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞത്? അബി പറയുവാണ്, അനാമികയെ നമ്മൾ എല്ലാവരും ഒരേ അവസ്ഥയിൽ തന്നെയാണ്. നീ ഏറെ ആഗ്രഹിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ നിന്നെ ഇറക്കി വിട്ടു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥയും. ഞാൻ അവിടെ വളർത്തുപുത്രിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് എല്ലാം ക്ഷമിച്ചും സഹിച്ചുമൊക്കെ നിൽക്കുന്നത്. അവരെല്ലാവരും തന്നെ ഒരു അടിമയെ പോലെയാണ് കാണുന്നതെന്നും അബി പറയുവാണ്. ഇത് കേട്ട് അനാമിക പറയുവാണ്, എനിക്ക് അവിടുത്തെ പണമാണ് എനിക്കും ആഗ്രഹം. പക്ഷേ അതിനു മുൻപ് എന്നെ ഇറക്കി വിടാതിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമായിരുന്നു. അങ്ങനെ അനാമിക സങ്കടത്തോടെ പറയുമ്പോഴത്തേക്ക് അബി പറയുവാണ്, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അതിനുള്ള വഴി ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരാം എന്ന് അനാമികയോട് അബി പറയുവാണ്. ആ സമയത്ത് അബി പറയുവാണ്, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം അനാമിക പറയുന്നു, ഇനി അങ്ങോട്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കാണ് അബി വിളിക്കുന്നത്. ആ സമയത്ത് അബി വീണ്ടും പറയുവാണ്, ഞാൻ അനാമിക നിനക്ക് നല്ലൊരു വഴി തന്നെ പറഞ്ഞു തരാം. ആദർശിനെ കുറിച്ചുള്ള ഒരു വലിയ രഹസ്യം നിനക്കറിയാമല്ലോ. അതെന്തായാലും നീ അങ്ങോട്ട് പുറത്തു വിട്ടാൽ മതി. അതിൽ സത്യമുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ കാര്യമൊന്നും പുറത്ത് വിട്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയും എല്ലാവരും അതിന് പുറകെ ആയിക്കോളും. അതോടെ അനന്തപുരി തറവാട് എല്ലാവരും നാണം കെടും. അനാമികയ്ക്കാണെങ്കിൽ ഈ ഐഡിയ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും അനാമിക ചോദിക്കുവാണ്, ഇനി ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമോ? ഇല്ലെങ്കിൽ നമ്മൾ നാണം കെടില്ലേ? ആ സമയത്ത് അബി പറയുവാണ്, അത് പിന്നെ നോക്കാം അനാമികയെ, നമുക്ക് അവൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ ഏറ്റെടുക്കാം. അതുമാത്രമല്ല, നിന്റെ അടുത്ത് മറ്റൊരു തെളിവുമുണ്ട്. നീയും അനിയും ഒരുമിച്ചല്ല അനന്തപുരിയിൽ കഴിയുന്നതെന്ന് നീ എല്ലാവരോടും പറയണം. നിന്റെ ഭർത്താവിന് നന്ദു എന്ന എസ്ഐയുമായി ബന്ധമുണ്ടെന്നും അങ്ങനെ കൂടെ നീ പറഞ്ഞാൽ സംഭവം അങ്ങ് ആളിക്കത്തും. ആ സമയത്ത് അനാമിക പറയുവാണ്, ഈ കാര്യം ഞാൻ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചതാ, ഇതെല്ലാവരോടും പറയണമെന്ന്. എന്തൊക്കെയായാലും അബിയേട്ടാ, അതിനൊക്കെ പറ്റിയൊരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുഖത്തടിച്ച ആ നന്ദുവിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദർശിൻ്റെ കാര്യത്തോടൊപ്പം തന്നെ നന്ദുവും അനിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ചും പറയണം. അത് ഞാൻ പബ്ലിക്കിനോട് പറയും എന്ന് തന്നെ അനാമിക ഉറപ്പിച്ചിരിക്കുവാണ്. അങ്ങനെ അനന്തപുരി തറവാടിനെ മൊത്തത്തിൽ കുളം തോണ്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമായിട്ടാണ് അനാമികയും അബിയും ഇറങ്ങിത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നിന്റെ അച്ഛനും അമ്മയും അവർ പുറത്താക്കിയെന്നും കൂടെ പറഞ്ഞേക്കണം. അനിക്ക് വേറൊരു ബന്ധമുണ്ടെന്നും അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുകൂടെ നീ പറഞ്ഞേക്കണം. അത് നീ പത്രക്കാരോട് എല്ലാവരോടും പറയുകയും ചെയ്യണം. അങ്ങനെയൊക്കെ അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബി. അതിനുശേഷം അനാമിക പോയിരിക്കുന്നു. എന്നിട്ട് മനസ്സിൽ പറയുവാണ്, ഇനി ഈ അനാമിക ശരിക്കും ഒരു തീപ്പൊരിയാണ്. ഇനി ആ തീപ്പൊരി നിന്ന് ആളിക്കത്തും. അങ്ങനെ സംഭവിച്ചാൽ അനന്തപുരി തറവാട് മൊത്തത്തിൽ തകർക്കും. എന്നിൽ നിന്ന് ഒരു പിന്തുണ മാത്രം അവൾക്ക് നൽകിയാൽ മതി. പിന്നെ കാര്യങ്ങളെല്ലാം നടക്കും. അവസാനം ആ നവ്യെന്ന് പറയുന്നവളെ കുഞ്ഞിനെല്ലാം ചവിട്ടി പുറത്താക്കണം. എന്നിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ അങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അനാമികയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വേണുവിനും
രേവതിയോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഭിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം. ആ സമയത്ത് രേവതി പറയുവാണ്, ഈ അഭി എന്ന് പറഞ്ഞവൻ നമുക്കൊരു മുതൽക്കൂട്ടാണ്, അവൻ ആ കുടുംബത്തോട് ഒരു സ്നേഹവും ഇല്ലെന്നും. ഏതായാലും രേവതിയും വേണുവും എല്ലാവരും ഈ അഭിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നല്ലതിനാണെന്ന് സമ്മതിച്ചു കൊടുക്കുവാണ് അനാമികയുടെ അടുത്തേക്ക്. അഭി ഈ പറഞ്ഞ കാര്യങ്ങളോട് അവർക്കും ഒരു യോജിപ്പുണ്ട്. തുടർന്ന് അനാമികയോട് പറയുവാണ്, അഭി പറഞ്ഞു തന്നത് നല്ലൊരു കാര്യമാണ്, നമുക്കിത് വേഗം തന്നെ നടപ്പിലാക്കണം. നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടണം. നിന്നെ മാനസികമായിട്ടും ശാരീരികമായും ഉപദ്രവിച്ചുവെന്നും സ്വത്തിനും പണത്തിനും വേണ്ടി നിന്നെ പീഡിപ്പിച്ചെന്നും നിന്റെ ഭർത്താവിന് മറ്റൊരു കാമുകിയുണ്ടെന്നും ഇതൊക്കെ അറിഞ്ഞ് വാർത്താ ചാനലുകാർ ഇത് ആഘോഷമാക്കും. ഇത് കാട്ടുതീ പോലെ പകരും. അങ്ങനെ അനന്തപുരിക്കാര് മൊത്തത്തിൽ തകർന്നു പോകും. അനാമികയാണെങ്കിൽ അത് ശരിവെച്ചുകൊണ്ട് തന്നെ പറയുവാണ്, അച്ഛാ, ഈ കാര്യം അറിഞ്ഞാൽ തന്നെ അനന്തപുരിക്കാര് എല്ലാവരും മൊത്തത്തിൽ തകർന്നു പോകും. മാത്രവുമല്ല മൂർത്തി ജ്വല്ലറി മൊത്തത്തിൽ തകർന്നു പോകും. മാത്രവുമല്ല അവർക്ക് വിദേശത്തും ജ്വല്ലറികൾ ഉണ്ടല്ലോ, അതെല്ലാം തകർക്കും. ഈ ഒരു ഒറ്റ വാർത്ത മതിയാകും അതെല്ലാം തകരാൻ. അതിനുശേഷം ഒട്ടും തന്നെ അനാമിക നിൽക്കാതെ തന്നെ വാർത്താ ചാനലുകാരെ എല്ലാം വിളിച്ചു വരുത്തി ഈ വിവരങ്ങളെല്ലാം പറയുവാണ്. എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ചോദ്യം ചെയ്ത തന്നെ കുടുംബം മൊത്തത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് മീഡിയയ്ക്ക് മുൻപിൽ പറയുവാണ് അനാമിക. പണമില്ലെന്നും സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് അവരൊരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുവാണ് മീഡിയക്കാരോട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെയുള്ള SI തൻ്റെ ഭർത്താവിൻ്റെ കാമുകിയായിരുന്നു, അതിനുശേഷം തന്നെ പുറത്താക്കുമായിരുന്നു എന്നും നിങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ മൂർത്തി ജ്വല്ലറിയിലുള്ള ഉടമക്കാർ പാവങ്ങളായി അഭിനയിക്കുവാണെന്നും എല്ലാവരെയും ചവിട്ടി മെതിക്കുന്ന ഒരു ഭീകര ജീവിയാണ് അവിടെയുള്ളവർ എന്ന് അനാമിക വാർത്തക്കാരോട് പറയുവാണ്. ആ മുത്തശ്ശനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. തൻ്റെ കൊച്ചുമകൻ തെറ്റ് ചെയ്തിട്ടും അയാൾ അവനെ ഒന്നും പറഞ്ഞില്ല. പകരം എൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി. എൻ്റെ ഭർത്താവും വല്യമ്മയും വല്യച്ഛനും ഏട്ടനും ഏട്ടത്തിയും എല്ലാം മുത്തശ്ശൻ്റെ കൈകളിലെ പാവകളാണ്. എൻ്റെ ഏട്ടത്തിമാർ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ ആർക്കോ വിഷം കൊടുത്തിരുന്നുവെന്ന്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, അത് സത്യമാണോ? എന്നാൽ ആ സമയത്ത് അനാമിക പറയുവാണ്, അതൊന്നും സത്യമല്ല. ഇതിന് അവരുടെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ല, വെറുതെ കണ്ടു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എൻ്റെ ഏട്ടത്തി നയന അവരുടെ അമ്മായിയുമായിട്ട് മുമ്പൊക്കെ ശത്രുതയിലായിരുന്നു. നയനയെ അവർ പലതവണ പുറത്താക്കുകയും മഴയത്ത് നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വാർത്തയായിരുന്നു. പിന്നെ ഈ നയനയുടെ സഹോദരി അവളെക്കാൾ മുൻപേ അന്മയാകുന്നത് അസൂയയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്നെയാണ് ആ പാലിൽ വിഷം കലർത്തിയത്. അത് കുടിച്ചതാകട്ടെ അവരുടെ അമ്മായിയമ്മയ്ക്ക് കരള് ആവശ്യമായി വന്നപ്പോൾ സ്വത്തിന് വേണ്ടി നയനയാണ് കരള് നൽകിയത്. അതോടെ പിന്നെ അവര് നല്ല സ്നേഹത്തിലായി. അവരെല്ലാവരും ഒന്നിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല, സ്വത്തില്ല, സൗന്ദര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പുറത്താക്കി. പിന്നെ നന്ദു SI ആയതോടെ എല്ലാവർക്കും അവളോടാണ് ഇഷ്ടം കൂടിയത്. ഞാൻ പോലീസിൽ പരാതി നൽകിയാൽ പോലും എന്നെ ആരും പിന്തുണയ്ക്കുന്നില്ല. എല്ലാവരും മൂർത്തി സാറിന്റെയും നന്ദുവിന്റെയും ആളുകളാണ്. എന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ല. നിങ്ങളിത് വാർത്തയാക്കിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞ് അനാമിക മീഡിയയ്ക്ക് മുൻപിൽ എല്ലാം തുറന്നു പറയുകയാണ്. അങ്ങനെ തകർത്ത് അഭിനയിച്ച് പറയുകയാണ് എല്ലാവരോടും അനാമിക. ഇതൊന്നും കൂടാതെ ആദർശിന് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും അനാമിക മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇത് കേട്ട് മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം ഞെട്ടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആദർശ് ആ കുട്ടിയെ ഉപേക്ഷിച്ചെങ്കിലും അവളുടെ അമ്മയ്ക്ക് അസുഖം കൂടിയപ്പോൾ അവളെ തിരികെ കൊണ്ടുവന്നെന്നും എന്നാൽ ആ കുട്ടിയുടെ അമ്മയെ ഒരു മുറിയിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണെന്നും അങ്ങനെ പറഞ്ഞത് കേട്ട് മാധ്യമക്കാർ ഒന്നടങ്കം ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ വാർത്തക്കാരി അനാമിക പറഞ്ഞതെല്ലാം സത്യാവസ്ഥയാണോ എന്നറിയാൻ വേണ്ടി ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ചലനമില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീയെ അവരെല്ലാവരും കാണുന്നുമുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ ആദർശാണെന്നും മകളിപ്പോൾ അച്ഛൻ്റെ വീട്ടിലാണെന്നും ആ സ്ത്രീ പറയുവാണേ. അങ്ങനെ അനാമിക പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തന്നെ മാധ്യമക്കാർ എല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അനാമിക പറഞ്ഞതെല്ലാം സത്യസ്ഥ ആണെന്ന് വിശ്വസിച്ച് വച്ചിരിക്കുവാണ് മീഡിയക്കാർ. അങ്ങനെ മീഡിയക്കാർ എല്ലാ വാർത്ത ആ രീതിയിൽ തന്നെ പബ്ലിക് ആക്കുവാണ് ചെയ്യുന്നത്. അനന്തപുരി തറവാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് മുത്തശ്ശനൊന്നും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. അനാമിക കള്ളം പറയുന്നതാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ആദർശിന്റെ അവിഹിതത്തെ പറ്റിയാണ് ചോദിക്കുന്നതും നന്ദുവിനോട് കൂടെയുള്ള ചിത്രത്തെക്കുറിച്ചുമാണ് പറഞ്ഞ് മുത്തശ്ശനെയും മുത്തശ്ശിയെല്ലാം ചോദ്യം ചെയ്യുവാണ്. വാർത്തകളെല്ലാം അനന്തപുരി തറവാട്ടിന് എതിരെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അനാമിക. അതെല്ലാം സത്യാവസ്ഥ എന്ന രീതിയിലാണ് അനാമിക അവിടെ തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനും എല്ലാവരും കേസെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് പിന്നെ അനന്തപുരി തറവാട്ടിലേക്ക് നടക്കുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ
ഇടയിൽ അനന്തപുരി തറവാട് മൊത്തത്തിൽ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത്.